ഹലോ വെൽക്കം ബാക്ക് ഗൈസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അപ്പോൾ ആർ സി ബിയുടെ ഇത്തവണത്തെ സ്ക്വാഡ് അനാലിസിസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുവരെ കപ്പടിക്കാത്ത ടീമാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ടീമും കൂടിയാണ് ആർ സി ബി എന്ന് പറയുന്നത്. വളരെ തീപ്പൊരി ലൈനപ്പായിട്ട് പലതവണ വന്നിട്ടും തോറ്റ് പിന്മാറി പുറത്തേക്ക് പോകേണ്ട ആർ സി ബി പുറത്തേക്ക് പോകേണ്ടി വരുന്ന ആർ സി ബി നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ആൻഡ് ആർ സി ബിയിലേക്ക് എപ്പോഴും എല്ലാവരും പറയാനുള്ളൊരു കാര്യമാണ്, എല്ലാ തവണയും ഒരു വീക്കായിട്ടൊരു ബോളിംഗ് അറ്റാക്കാണ് കൊണ്ടുവരുന്നത്. ആക്ച്വലി ഇതൊരു ബോളിംഗ് അറ്റാക്കിൻ്റെ പ്രശ്നമല്ല, ചിന്നസ്വാമി എന്ന സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് ബോളിംഗ് അറ്റാക്കിനെ ഇത്ര കണ്ട് എല്ലാവരും വലിച്ചു കീറാൻ കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നസ്വാമി ഗ്രൗണ്ടിൽ എക്കോണമി കീപ്പ് ചെയ്ത് ബോൾ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം ചെറിയ ബൗണ്ടറീസ് ആണ്. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചുമാണ് ചിന്നസ്വാമിയിൽ. അതുകൊണ്ട് തന്നെ ബോളേഴ്സിനെ സംബന്ധിച്ച് എക്കോണമി കീപ്പ് ചെയ്ത് എറിയുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടൊരു കാര്യമല്ല. ഇവിടെ ബാലൻസ്ഡ് ആയിട്ടൊരു പിച്ച് തയ്യാറാക്കി കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾക്ക് തീരുമാനമാകും. ആൻഡ് നമുക്കിനി ബാറ്റേഴ്സ് ലിസ്റ്റിലേക്ക് വരാം. രജത് പട്ടിദാർ, വിരാട് കോഹ്ലി, ലിയാം ലിവിങ്സ്റ്റൺ, ഫിൽ സാൾട്ട്, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, ദേവ്ദത്ത് പടിക്കൽ ആൻഡ് സ്വസിത് ചിക്കാര. ഇതിലേക്ക് നമ്മൾ ലിയാം ലിവിങ്സ്റ്റനെ ഓൾറൗണ്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മതി. എന്നാലും IPL വെബ്സൈറ്റിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ. 1-2-3 ഓവേഴ്സ് പുള്ളിക്ക് ബോൾ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നല്ല പവർഫുൾ ആയിട്ടൊരു പിഞ്ച് ഹിറ്റർ കൂടിയാണ് ലിയാം ലിവിങ്സ്റ്റൺ. മിഡിൽ ഓർഡറിൽ കത്തി കയറാൻ സാധ്യതയുള്ള, അതായത് ചിന്നസ്വാമിയിൽ വ്യക്തമായി യൂസ് ചെയ്യാൻ സാധിക്കുന്ന, ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബാറ്ററാണ് ലിയാം ലിവിങ്സ്റ്റൺ. അതോടൊപ്പം തന്നെ ഹോൾഡ് ചെയ്ത് കളിക്കണമെങ്കിൽ ആ ഒരു സൈഡിൽ രജത് പട്ടിദാർ ഉണ്ട്. അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിക്ക് ഈ സീസണിൽ ഫ്രീ ആയിട്ട് കളിക്കാൻ സാധിക്കും. ഫിൽ സാൾട്ടിനെ ഇവർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒക്കെ ഒരു പ്രശ്നം തോന്നിയത് വിൽ ജാക്സനെ പോലെ ഒരു പ്ലെയറെ എന്തുകൊണ്ട് ഇവർ വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അതിപ്പോഴും ഒരു കോമഡി ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയായിട്ട് നടക്കുന്നുണ്ട്. ആൻഡ് ജിതേഷ് ശർമ്മ എന്ന വിക്കറ്റ് കീപ്പർ ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് വന്നു എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ സീസൺ ജിതേഷ് ശർമ്മയെ നോക്കി കഴിഞ്ഞാൽ ആവറേജ് അല്പം ലോ ആണ്. 187 റണ്ണുണ്ട്, 131 സ്ട്രൈക്ക് റേറ്റ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിരിക്കും ജിതേഷ് ശർമ്മ. ആൻഡ് ദേവദത്ത് പടിക്കലിനെ ഇവർ എടുത്തിട്ടുണ്ട്. ദേവദത്ത് പടിക്കലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലേയിലാണ് ദേവദത്ത് പടിക്കലിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ കാണാറുള്ളത്. ആർ സി ബിയിൽ പുള്ളി തീയായിരുന്നു ഒരു സീസണിൽ. പക്ഷേ അതിനുശേഷം കാര്യമായിട്ട് കത്തിക്കയറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. IPL പവർ പ്ലേയിലാണ് ദേവദത്ത് പടിക്കലിനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ സാധിക്കും. മിഡിൽ ഓർഡറിലൊന്നും കൊണ്ടിടാൻ പറ്റില്ല. സ്വാസിക്കാരെ എന്ന പ്ലെയറിനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള രീതിയിലായിരിക്കും, ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ സൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫിൽ സോൾട്ട് എന്ന പ്ലെയർ അവിടെ ഉള്ളത് എന്തുകൊണ്ടും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടിം ഡേവിഡ് ആണ്. ടിം ഡേവിഡിന്റെ സൈനിങ്ങും ഇതുപോലെ തന്നെയാണ്. ടിം ഡേവിഡ് എന്ന പ്ലെയറിന് ചിന്നസ്വാമിയിൽ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. 150ക്ക് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള, അത്യാവശ്യം നല്ല 30-നടുത്ത് ആവറേജ് ഉള്ളൊരു താരമാണ് ടിം ഡേവിഡ് എന്ന് പറയുന്നത്. ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നന്നായിട്ട് കത്തിക്കയറാൻ സാധിക്കുന്ന ഓൾറൗണ്ടേഴ്സ് ആൻഡ് ബാറ്റേഴ്സിനെ തന്നെയാണ് ഇത്തവണ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പിക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇനി നമ്മൾ ഓൾറൗണ്ടർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃണാൽ പാണ്ഡ്യയുടെ സൈനിങ് ഒരു ക്രൂഷ്യൽ സൈനിങ് തന്നെയാണ്. ബാറ്റും അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലും നല്ല രീതിയിൽ ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, ഒരു തകർച്ചയൊക്കെ വന്നാൽ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് കളിക്കാൻ സാധിക്കുന്ന, വേണ്ടി വന്നാൽ ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്ന, അതോടൊപ്പം തന്നെ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള, ഫീൽഡിങ്ങിലും നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് കൃണാൽ പാണ്ഡ്യ. ഒരുപക്ഷെ മുംബൈ ഇന്ത്യൻസിലായിരുന്നു പുള്ളിയുടെ ഏറ്റവും നല്ല പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് ബാക്കി ടീമിൽ കണ്ടിട്ടില്ല എന്നല്ല, മുംബൈ ഇന്ത്യൻസിലെ ബാലൻസ് ചെയ്ത് മിഡിൽ ഓർഡറിൽ നിർത്തിയിരുന്ന ഒരു താരമായിരുന്നു കൃണാൽ പാണ്ഡ്യ. ആ ഒരു ബാലൻസിങ് നന്നായിട്ട് കൊണ്ടുവരാൻ ആർ സി ബി ഇത്തവണ പുള്ളിയെ സൈൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സൈനിങ് തന്നെയാണ് ആ ഒരു എമൗണ്ടിന് കൃണാൽ പാണ്ഡ്യ എന്ന് പറയുന്നത്. സ്വപ്നിൽ സിംഗിനെ കൊണ്ടുവന്നിട്ടുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. സ്വപ്നിൽ സിംഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതുവരെ സ്വപ്നിൽ സിംഗിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്ന, അതോടൊപ്പം തന്നെ ബോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഫുൾ പൊട്ടൻഷ്യൽ ഇതുവരെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ആൻഡ് റൊമാരിയോ ഷെപ്പേഡിനെ എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കണ്ട, ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിഞ്ച് ഹിറ്ററാണ് റൊമാരിയോ ഷെപ്പേഡ് എന്ന് പറയുന്നത്. ഫിനിഷിംഗ് ലൈനിലേക്കൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന, ചിന്നസ്വാമിയിൽ ഒരു ബിഗ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന റൊമാരിയോ ഷെപ്പേഡിനെ ഇത്തവണ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊണ്ടുവന്നിട്ടുണ്ട്. മനോജ് മണ്ടാഗയുടെ കാര്യം എനിക്ക് തോന്നുന്നു 11 ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ജേക്കബ് ബദൽ. ഈ ജേക്കബ് ബദലിന്റെ സൈനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ വിൽ ജാക്സിനെ പുറത്ത് വിട്ടതുകൊണ്ട് ഇവർ ബാലൻസ് ചെയ്തിരിക്കുന്നത്. T20 സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 160 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു താരമാണ് ജേക്കബ് ബദൽ. അതോടൊപ്പം തന്നെ സ്ലോ ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളർ കൂടിയാണ്. 1-2 ഓവേഴ്സും ബോൾ ചെയ്യാൻ സാധിക്കുന്നത്. അത് ചിന്നസ്വാമിയിൽ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ചെന്നൈ പോലുള്ള ഗ്രൗണ്ടിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് ബോളറാണ് ജേക്കബ് ബദൽ എന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യൻ കണ്ടീഷനിലേക്ക് വന്ന് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അതായത് അടിച്ചാൽ അടിച്ചു, അത് ചുമ്മാ ബോൾ വേസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു താരമല്ല ജേക്കബ് ബദൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഹിത് ഋതിയാണ്. എനിക്ക് തോന്നുന്നു മോഹിത് ഋതിയും ഒരു 11 ഉണ്ടാവാൻ സാധ്യത കുറവുള്ളൊരു താരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോളിംഗ് സൈഡാണ്. ബോളിംഗ് സൈഡ് ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ആവറേജ് ബോളിംഗ് സൈഡ് എന്നേ പറയാൻ സാധിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സൈനികങ്ങൾ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പോരാത്തതിന് നമുക്ക് യാഷ് ദയറിൽ നിന്ന് തുടങ്ങാം. യാഷ് ദയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ 9.5 എക്കോണമിയിൽ 15 വിക്കറ്റ് ഇട്ടുള്ള ഒരു താരമാണ്. ആ എക്കോണമി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും, അടി കൊണ്ടാലും ആൾ വിക്കറ്റ് എടുക്കും എന്നുള്ളത്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് അഭിനന്ദൻ സിംഗ് ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിചാരിച്ചാൽ മതി. ആൻഡ് ലുങ്കി ഇങ്കീഡി എനിക്ക് തോന്നുന്നു ഒരു ജോഷ് ഹേസൽവുഡ് ബാക്കപ്പ് ആണ് എന്നാണ് തോന്നുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നുവാൻ തുഷാര. നുവാൻ തുഷാരയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും എക്കോണമി ആളുടെ അല്പം ഹൈ ആണ്. അതോടൊപ്പം തന്നെ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉണ്ടെങ്കിലും ആൾ ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഭുവനേശ്വർ കുമാറാണ്. ശരിക്കും പറഞ്ഞാൽ ഭുവനേശ്വർ കുമാറിന് കഴിഞ്ഞ സീസൺ ഒരു ആവറേജ് സീസൺ മാത്രമായിരുന്നു. ഭുവനേശ്വർ കുമാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2024 ആൾ 11 വിക്കറ്റ് മാത്രമാണ് ഇട്ടത്. അതോടൊപ്പം തന്നെ 9.35 ആയിരുന്നു ആളുടെ എക്കോണമി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭുവനേശ്വർ കുമാർ എന്ന പ്ലെയറുടെ ഏറ്റവും നല്ല പൊട്ടൻഷ്യൽ കണ്ട വർഷം 2017 ആയിരുന്നു. 2017 26 വിക്കറ്റ് ആയിരുന്നു. അതും വിത്ത് ദ എക്കോണമി ഓഫ് 8 പോയിന്റ് സംതിങ് ആണ്, അത് 7 പോയിന്റ് സംതിങ് ആണ് പുള്ളി ആ ഒരു സീസൺ കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഭുവനേശ്വർ കുമാറിന് ഒരു കമ്പാക്ക് നല്ല രീതിയിൽ അത്യാവശ്യം തന്നെയാണ്. ചിന്നസ്വാമിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവർ ബോളിംഗ് സൈഡിൽ കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു സൈനിങ് ആണ് സ്പിൻ സൈഡിൽ സുയാഷ് ശർമ്മ. ആക്ച്വലി ചഹലിന് ശേഷം നല്ലൊരു സ്പിന്നർ ഇവരുടെ സൈഡിലേക്ക് വന്നിട്ടില്ല. അതിന് പകരക്കാരനായിട്ട് ഇത്തവണ ഇവർക്ക് സുയാഷ് ശർമ്മയെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സുയാഷ് ശർമ്മയെ നോക്കിക്കഴിഞ്ഞാൽ നല്ല എക്കോണമിസ്റ്റ് ആയിട്ടൊരു ബോളറാണ്. ഇമ്പാക്ട് പ്ലെയർ ഒക്കെ ആയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബോളറാണ്. കൊൽക്കത്തയിൽ അങ്ങനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഇതാണ് ഒരു ബേസിക് ബോളിംഗ് ലിസ്റ്റ്. അതോടൊപ്പം റാസിക് ദറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റാസിക് ദറിന് എന്താണ് ഇവർ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് സൈൻ ചെയ്യുന്നത് വിചാരിക്കുന്നു. 10.98 ആയിരുന്നു പുള്ളിയുടെ കഴിഞ്ഞ സീസണിലെ എക്കോണമി. എനിക്ക് തോന്നുന്നു ഒരു എക്സ്ട്രാ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവർ ഇങ്ങനൊരു സൈനിങ് നടത്താൻ കാരണം. എന്തായാലും ജോഷ് ഹേസൽവുഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോഷ് ഹേസൽവുഡ് ആയിരിക്കും ഇവരുടെ ഓപ്പണിംഗ് ബോളർ എന്ന് പറയുന്നത്. 2022 IPL 20 വിക്കറ്റ് എടുത്തിട്ടുള്ള ഒരു താരമാണ്. പക്ഷേ ഈ ചിന്നസ്വാമിയിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ എക്സ്പെൻസീവ് ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്ന് വെച്ചാൽ മോശമായിട്ടൊരു ബോളിംഗ് ലൈനപ്പ് അല്ല, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ബോളിംഗ് ലൈനപ്പിനെ തന്നെ ഇത്തവണ RCBക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും സിറാജിനെ തിരിച്ചു പിടിക്കുമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. വളരെ സങ്കടപ്പെടുന്ന രീതിയിലുള്ളൊരു പോസ്റ്റ് സിറാജിന്റെ ഭാഗത്ത് കണ്ടു. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇത്തവണ RCBയുടെ പ്ലാനിങ് എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള സ്ക്വാഡിനെ ബിൽഡ് ചെയ്യാൻ RCBക്ക് ഇത്തവണ സാധിച്ചിട്ടുണ്ട്. ബോളിംഗ് സൈഡിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഓൾറൗണ്ടർ സൈഡിൽ ബാലൻസ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടും നല്ലൊരു സൈനിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ലിയാൻ ലിവിങ്സ്റ്റൺ, അതോടൊപ്പം തന്നെ ബെതിൽ ആൻഡ് കൃണാൽ പാണ്ഡ്യ എന്നിവയൊക്കെ. ആൻഡ് ഭുവനേശ്വർ കുമാറിൻ്റെ റിഡംഷൻ ആയിരിക്കണം ഈ സീസൺ എന്ന് നമുക്ക് വിചാരിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് അറിയപ്പെടുക. ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ അതും കൂടി പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയപ്പെടുക. ബൈ ബൈ.